ഞങ്ങളോട് കറക്റ്റ് കണക്ട് ചെയ്യുന്ന കഥയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും ഓൾമോസ്റ്റ് ആ കഥാപാത്രങ്ങൾ തന്നെ ഞങ്ങൾ. ചിലപ്പോൾ ഒരുപക്ഷെ ചേട്ടായിനൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പല സീനും ഞങ്ങൾക്ക് ചങ്കിക്കൊള്ളുന്ന സീനുകളാണ്. എല്ലാ പബ്ലിക് ചിരിക്കുന്ന സീന് മുഴുവൻ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട് ചങ്കിക്കൊള്ളുന്ന സീനുകളാണ്. നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ മക്കളായിട്ടിരുന്ന് അച്ഛനും അമ്മയോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എല്ലാ ദിവസവും. എന്നാലാണ് നമ്മളുടെ മക്കളുടെ ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്നെങ്കിലും അവനെ അവിടെ വെച്ച് കിട്ടിയിട്ട് വേണം ചോദിക്കാൻ. ഞാൻ അവനെ വിളിച്ചു, ഫോൺ വിളിച്ചു. അവൻ നിനക്ക് നോക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നൂടായിരുന്നെന്ന് വെച്ച് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞങ്ങളുടെ അച്ഛനും അമ്മക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി വന്ന സ്നേഹമൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവരുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ കണ്ണിൽ കുത്തിയ ഇരുട്ട് കുത്തിക്കേറി എനിക്ക് വെളിച്ചമേ വാമ്പ പോത്തമ്പ പോരെ പോകാം. രണ്ടാമത് അനുഗ്രഹിച്ചു തന്നെ ഞാൻ അതിലെ പാസ് ചെയ്ത് അപ്പത്തേര് വരും. ഇവന്റെ കൂടെ പോവരുതിട്ടോ എന്ന് പറയും. കള്ളനാണ്. അമ്മക്ക് എങ്ങനെയോ മനസ്സിലായത് കറക്റ്റ്. ഇത്ര വർഷമായിട്ടും മനസ്സിലായിട്ടില്ല. എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ വന്ന് ഷിഫ്റ്റിങ്ങിന് വന്നു, വീട് ഷിഫ്റ്റിങ്ങിന് വന്നു. കൂട്ടുകാർ വന്ന് എല്ലാ സഹായം എന്നിട്ട് വീട്ടിൽ പോയപ്പോൾ അവൻ വിളിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്നത്. അത് നിൻ്റെ ചേട്ടൻ്റെ വീടല്ല, ജംബോ സർക്കസ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത്. രാവിലെ ഡോഗിനെല്ലാം ഡ്രൈ ഫുഡ്, പിന്നെ വൈകിട്ട് മീറ്റും കൂട്ടിയിട്ട് ചോറ്. ഞങ്ങൾ രണ്ടുപേരും റേഷൻ അരി, പരിപ്പ്, പയറ് ഇതൊക്കെ. നാടൻ പഠിപ്പിക്കാൻ പറ്റുന്ന ഡയറക്ടർക്ക് ചാരായം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ നാടകത്തിൻ്റെ റിസൾട്ട് അപ്പം അവിടെ ഓഫീസിൽ വെച്ച് അറിഞ്ഞു ഞങ്ങൾക്ക്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഒരു ഫാമിലിയാണ്. മലയാളികൾക്ക് എന്നും ഇഷ്ടപ്പെട്ട ഫാമിലി, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഫാമിലി. കാരണം ഈ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ അറിയാത്തവരാരുമില്ല. ഈ ഫാമിലിയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പക്ഷേ ഇവരെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവരോടൊപ്പം നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഷാജിക്കും രശ്മിക്കും എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമായി ഈ ഫാമിലി. അതാണ് ഞാൻ അത്ര ഇൻട്രോ കൊടുത്തത്. നിങ്ങളെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും, നിങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളും അത് മനസ്സിൽ നിന്ന് ആർക്കും പോവില്ല. എനിക്ക് പേഴ്സണലി പോവില്ല. അതെന്താ പറയുക, ഞങ്ങളുടെ രണ്ടുപേരും സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അതാണ് ഏറ്റവും അത് എങ്ങനെയാണോ എന്താണെന്നൊന്നും മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ആ കാണുമ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കും സന്തോഷമാണ്. അടുത്ത് നിൽക്കുന്നവർക്കാണ് ആ സന്തോഷം. അകന്ന് നിൽക്കുന്നവർ എങ്ങനെയാണ് പറഞ്ഞത് ഷാജി പറഞ്ഞത് സത്യമാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. സന്തോഷത്തിന് നിങ്ങൾ അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമുക്ക് ആദ്യം നാടകത്തിലേക്ക് പോകാം. അതെ അല്ല ഇങ്ങനെ എടുത്ത് പറയാൻ കാര്യം എന്താ എനിക്ക് മനസ്സിലായി. എൻ്റെ ആ വളർച്ച തൊട്ട് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും മുതലേ ഇതെന്നെ അറിയാവുന്നതാണ്. ഞാനെന്താണ്, എൻ്റെ റൂട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പറയാൻ പറ്റും. നാടകത്തിലേക്ക് പോവാം. നാടകം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന രണ്ടാമത്തെ നാടകം ഇത്. ആദ്യത്തെ നാടകത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ട നാടകം ചങ്ങമ്പുഴ പാർക്കിൽ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാടകം, എന്നെക്കാൾ സീനിയർ ഇദ്ദേഹം നാടകത്തിൽ. അപ്പം ഇദ്ദേഹം നാടകത്തിലേക്ക് വന്ന തന്നെ വലിയ സംഭവമായിരുന്നു. ഒരു ദിവസം എൻ്റെ ബ്രദർ നാടകം ചെയ്യണം. ബ്രദറിൻ്റെ നായിക ഒളിച്ചോടി പോയി കളഞ്ഞു. ഒളിച്ചോടി നാടകത്തിൽ നിന്ന് നാടകത്തിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു. അപ്പോൾ അവർക്ക് 2, 3, 4 ദിവസം അല്ലേ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് നാടകം കളിക്കാൻ. അപ്പോൾ ഞാൻ പ്രോഗ്രാം എന്നെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ഒപ്പിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റുകളല്ലേ അറിയുള്ളൂ. അവരുടെ അമേർച്ചർ നാടകം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എച്ച് വീട്ടിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക്, വന്നാൽ ഓക്കെയാന്ന് പറഞ്ഞു. അത് എൻ്റെ അടുത്ത് അഭിനയിക്കണം എനിക്ക് അറിയാലോ ശരിക്കും, ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ഈ ഗുരുത്തക്കേട് മുഴുവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്തുമാത്രം അഭിനയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് പോയി കയറി. അപ്പം ഞാനൊരു ഊഹത്തിന് പറഞ്ഞോളൂ പോയി നോക്കുന്നു. പക്ഷെ ഞാൻ ഇവരെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞ് അഭിനയിക്കണം കണ്ടിട്ട് ഞാൻ ഓർത്തില്ല ഇങ്ങനെ അഭിനയിക്കണമെന്ന്. അത് അങ്ങനത്തെ ഒരു ഡ്രാമയും കൂടിയാണ്, ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്ലിസറിൻ പോലും ഇല്ലാണ്ടിരുന്ന് കരയുക. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ
കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഞാൻ വലിയ ആളായിട്ടല്ല വെള്ളം വന്നു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഞാൻ അടച്ചുപൂട്ടി വെച്ച് എന്തിനാ അഞ്ഞ് പറ. ഞാൻ ആ ഒരു ഫീലിലാണ് പറ, എന്റെ ബാക്കിയിലേക്ക് പോട്ടെ. അവ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നിയെന്ന് തോന്നണേ. അതുകൊണ്ട് അവരുടെ കൂടെ ആ നാടകം ഞാൻ ഒരു 5-8 സ്റ്റേജോളം ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ചേട്ടായും കൂടെ ഒരുമിച്ച് ഉന്നാവു എന്ന് പറഞ്ഞ നാടകം, അത് ഒരൊറ്റ സ്റ്റേജ് മാത്രമേ കഴിച്ചുള്ളൂ. ആ ഭാഗ്യം ചെയ്ത ആളാ. അതാണ് അത് നമുക്ക് ഫീൽ ചെയ്തൊരു നാടകമായിരുന്നു. അത് നമുക്ക് ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സബ്ജക്റ്റും അങ്ങനെ ആയിരുന്നു. ഞങ്ങളോട് കറക്റ്റ് കണക്ട് ചെയ്യുന്ന കഥയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും ഓൾമോസ്റ്റ് ആ കഥാപാത്രങ്ങൾ തന്നെ. ഞങ്ങൾ ഡയറക്ടർ എന്താണ് എഴുതി വെച്ചേക്കുന്നത്, പുള്ളി എന്താ ചെയ്യുന്നത്, അത് ഞങ്ങൾ കറക്റ്റാണ്. ഒരുപക്ഷെ പുള്ളി എഴുതാൻ മറന്നുപോയ കുറേ സാധനങ്ങളും കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാവാൻ പറ്റി. ഇതിപ്പോൾ ഒരുമിച്ച് ഒരു 10-11 പേര് കൂടി അല്ലേ? 11 പേരുണ്ട് നാടകത്തിൽ. എല്ലാവരും കൂടി ചെയ്യുന്ന നാടകമാണ് ചക്കപ്പറമ്പിലെ വിശേഷങ്ങൾ നാടകത്തിൻ്റെ പേര്. നടക്കുന്നത് ചാവറ കൾച്ചറൽ സെൻ്ററിലാണ്. അവിടെ നിന്ന് നമുക്ക് ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തന്നേക്കണത്. ഞങ്ങൾ പ്ലേയേഴ്സ് പോയി ഞങ്ങൾ ചെയ്താൽ മതി. അത് അവിടെ നിന്ന് കൺവെൻഷൻ സെൻറ്ററിൽ പ്രജീഷ് അവർ പിന്നെ അച്ഛൻ എല്ലാവരും കൂടി ഈ നാടകക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ, നാടക കലാകാരന്മാരെ, നാടക സമിതികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു പ്രോഗ്രാം പോലെ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പം ഞങ്ങളുടെ നാടകം വെച്ചത്. അത് ഒത്തിരി അതിഥികളുണ്ടെന്നൊക്കെ ഒത്തിരി അതിഥികളുണ്ടല്ലേ, ഒത്തിരി സപ്പോർട്ടായിട്ട് കുറേ ആളുകൾ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ടിനിച്ചേട്ടനാണ്. ടിനിച്ചേട്ടൻ അതിനുവേണ്ടി മാക്സിമം ഈ പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഓടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രജീഷ്, അവിടുത്തെ ഡയറക്ടർ പ്രജീഷ്, ഇതുപോലെ പുള്ളിയുടെ ടീമുണ്ട്, അവരെല്ലാവരും ഇതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ നാടകം വൃത്തിയായിട്ട് ബാക്കി അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഈ നാടകം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒത്തിരി നാടകം കണ്ടിട്ടുണ്ട്. അമ്പലപ്പറമ്പിലാണെങ്കിൽ ഒത്തിരി നാടകം കണ്ടിട്ടുണ്ട്. എൻ്റെ വീട് കാരിക്കോട് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് അമ്പലമാണ്. അന്ന് നാടകവും ബാലയും കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ നാടകത്തിൽ അഭിനയിക്കല്ല, ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് ഡിമ്മറാണല്ലോ, അത് ഞാൻ കുറേ നാടകത്തിന് നമുക്ക് ഇത് ഞങ്ങളുടെ നാടകത്തിൽ അങ്ങനെ വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് മേടിച്ച ആളാണ് നമ്മുടെ ലൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റ് ചെയ്യുന്ന അനൂപ് പൂനെ അല്ലേ? അനൂപ് പൂനെ ആ പുള്ളിയാണ് ലൈറ്റ് ചെയ്യുന്നത്. അത് അത്രക്കും ഭയങ്കര രസമാണ് നാടകത്തിൽ. നമ്മളുടെ പ്ലേനേക്കാളും കൂടുതൽ ഈ ലൈറ്റിന്റെ നാടകത്തിൻ്റെതാണല്ലോ. ഈ നാടകത്തിന്റെ ഒരു ഫീല് വന്നതും ലൈറ്റിൽ തന്നെ. ആ ഫീല് കിടക്കുന്ന ലൈറ്റാണ്. അപ്പം എനിക്കൊരു സെന്റിമെന്റ്സ് ആണെങ്കിൽ എൻ്റെ സെന്റിമെന്റ്സ് മ്യൂസിക്കും ഇതും ആ ലൈറ്റും കൂടി വരുമ്പോഴാണ് കറക്റ്റ് ഒരു സംഭവം മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ചെയ്യണത് ഹെവി ആളാണ് വന്നത് നമുക്ക് ചെയ്യണത്. എൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ തന്നെയാണ് വിപിൻ ഡയറക്ടറാണ്, അതുപോലെ തന്നെ റൈറ്ററും കൂടിയാണ് വിപിൻ. അപ്പോൾ ഞങ്ങൾ അത്തനാറിൽ നാടകം കളിച്ച് 19 നാടകം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ക്ലൈമാക്സ് ചെയ്യാൻ പറ്റിയില്ല, 3 മിനിറ്റ് അല്ലേ, കുറച്ച് സെക്കൻഡ്. അപ്പോൾ അവിടെ മത്സരം ആയതുകൊണ്ട് ആ റെഡ് ലൈറ്റ് കത്തിയ പിന്നെ നമ്മൾ ഔട്ടാ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിർത്തേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ 19 2ാം സ്ഥാനം ഞങ്ങൾക്കായിരുന്നു. മികച്ച നടൻ ഞാനായിരുന്നു. പിന്നെ മികച്ച റൈറ്റർ ഞങ്ങളുടെ ഡയറക്ടറാണ്. അങ്ങനെ കുറേ അവാർഡുകൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇവർ ജൂറി പ്രത്യേകം പരാമർശം രശ്മിയും അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട്, ആതിര. അങ്ങനെ കുറേ അവാർഡുകൾ കിട്ടി. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നാടകമാണ് നമ്മളിവിടെ അവിടെ ഇത് ചെയ്യാൻ പോണത്, ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകണം. ഈ നാടകം എന്ന് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഫലം അറിയാം. നമുക്ക് നേരിട്ട് ആളുകളുമായിട്ട് സംവദിക്കാം. മറ്റേ സിനിമ പോലെ അല്ലല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ നമ്മളിലേക്ക് എന്തോരം ക്യാച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെയല്ലേ നാടകത്തിൽ? അങ്ങനെ നമുക്ക് ദൂരവീക്ഷണം കിട്ടുമല്ലോ, ആളുകളെ നേരിട്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെയല്ലേ കിട്ടുന്നത്? അതെ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ എവിടെയൊക്കെ നാടകമുണ്ട് അവിടെയൊക്കെ പോകും. ഞാനില്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണ് നാടകം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയും. അങ്ങനെ പോകും. നാടകം എന്ന് പറഞ്ഞാൽ ചാവും. അതാ സ്ട്രെയിറ്റ് നമുക്ക് കിട്ടും. കുടുംബത്തിൽ അങ്ങനെ നാടകം ആരെങ്കിലും? അതാ ഞങ്ങൾ പറഞ്ഞോട് നാടകം അമ്മാവനൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മാവൻ കളിച്ചൊന്നും കണ്ടിട്ടില്ല. അമ്മയുടെ മൂത്താങ്ങളെ നാടകം കളിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞുള്ള കേട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു പണ്ട് നാടകം കളിച്ചിരുന്നത്. അവിടെ ഒരു ശ്രുതി പനങ്ങാട് എന്നും പറഞ്ഞിട്ട് ഒരു അമേച്ചർ നാടകം. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു അന്ന് നാടകം ചെയ്തുകൊണ്ടിരുന്ന സെൽവൻ ചേട്ടൻ, ഉണ്ണി പൂണിത്ര എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടന്മാരൊക്കെ വന്നിട്ട് റിഹേഴ്സലൊക്കെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട ആ ഒരു
അതുകൊണ്ടായിരിക്കണം എനിക്ക് നാടകത്തിന് അത്ര ഇഷ്ടം. അപ്പം ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ അന്നേരം ഇത്രയൊറ്റേ ഉള്ളൂ ആള്. അപ്പം ഈ നാടകം കണ്ട് ഇപ്പം ഇവരുടെ നാടകം കണ്ടിട്ട് കഴിഞ്ഞ നാടകം കണ്ടിട്ട് ഈ ഉണ്ണി പൂണിത്തറ എന്ന് പറഞ്ഞ ആള് ചെന്നിട്ട് പറഞ്ഞു ഈ ആളോട്, ഞങ്ങളുടെ നാടകം കണ്ട് പഠിച്ച ആളാ ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചത്. അപ്പം നാടകം കളിക്കുമെന്ന് പുള്ളിക്ക് അപ്പോഴാണ് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായല്ലേ. ഇതൊക്കെ ഒരു അനുഭവ പാഠങ്ങളല്ലോ. ഞാൻ ഇപ്പൊ എന്റെ നാടകത്തില് ഞാൻ എന്ന് നമ്മൾ ചെയ്ത നാടകം എനിക്ക് വിശക്കുന്നു എന്നാണ് നാടകത്തിന്റെ പേര്. അതില് യൂസഫ് എന്ന് പറഞ്ഞ ആളാണ് ചാക്കിട്ടിട്ടാണ് വിശപ്പ് അടക്കാമില്ലാതെ. എനിക്ക് അത് പെട്ടെന്ന് ഓർമ്മ ഒന്നും പറയാനില്ല. തോമസ് എന്ന് പറഞ്ഞ കലയന്താനി, തൊഴിയുടെ കലയന്താനി എന്നാണ് ആ നാടക ട്രൂപ്പ് ഉണ്ടാകുന്നത്. ആ നാടകത്തിന് എനിക്ക് വിശക്കുന്നു. അത് ഒത്തിരി പ്രൈസ് മേടിച്ച ഒരു നാടകമായിരുന്നു. മേലുകാവ് അങ്ങനെ ഒത്തിരി പള്ളി മുറ്റത്ത് പോയി കളിച്ച് കണ്ടിട്ടുണ്ടാവും. അന്ന് ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ വന്നാൽ അറിയാൻ പറ്റും. ആ സമയം ആ നാടകം എനിക്ക് പെട്ടെന്ന് എനിക്ക് അതും ഒരു ഫീലാണ് ആ നാടകം. ഇതിപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ വിപിൻ ചെയ്യുന്ന പ്ലേ ഒക്കെ പ്രൈസ് വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തെ നാടകം ചെയ്തപ്പോൾ കായൽ കഹാനി എന്നൊരു നാടകം ഇത് കണ്ടു കഴിഞ്ഞിട്ട് നാടകം കണ്ട് ഞാൻ ഡയറക്ടർ അന്വേഷിച്ചിങ്ങനെ നടന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് പ്രൈസൊക്കെ മേടിക്കുന്ന സമയപ്പോൾ ഇദ്ദേഹം നാടകം കഴിഞ്ഞപ്പോൾ തന്നെ മുക്കളെന്ന് തോന്നി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി സംസാരിച്ച് എന്തായാലും ഞങ്ങൾക്കൊരു നാടകം ചെയ്യണം, ചെയ്ത് തന്നോട്ടാന്ന്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ് 15 പേരിൽ ഇങ്ങനെ നിൽക്കണത്. അദ്ദേഹം ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടം ചെയ്തിട്ടുള്ളൂ, ഒത്തിരി അവാർഡുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പടം തന്നെ പൈതലാട്ടം എന്ന പടത്തിന്റെ പേര്. വിപിൻ വേലായുധൻ എന്നാണ് ഡയറക്ടറുടെ പേര്. പോലീസുകാരനാണ്, പോലീസ് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ കഥാപാത്രം നാടകത്തിൽ? ഞങ്ങളുടെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോത്തമ്മ, ഞാൻ ചക്കച്ചനും പോത്തമ്മയാണ്. ഇവരുടെ പ്രണയവും കാര്യങ്ങളാണ്. ചക്കച്ചനും കർഷകനാണ്, ചക്ക കച്ചവടമാണ് ഉള്ള മെയിൻ പരിപാടി. പോത്തമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വേറെ പുല്ലാനിത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാപ്പിൽ കറി വെച്ചുകൊണ്ടിരുന്ന വെച്ചാൽ പോത്ത് കറി ഉണ്ടാക്കണതാണ്. ഈ പോത്ത് കറിയുടെ മണം അടിച്ച് ചക്ക ഇടാൻ ചെന്ന് ഞാൻ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവന്നാണ് ഈ ആളാണ്. പിന്നെ ഞങ്ങളുടെ കച്ചവടത്തിൽ വേറെ ആൾക്കാർ ഇടപെടുകയും ഞങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആൾക്കാർ വരികയും എല്ലാം ഒരു ഈ കർഷകൻ്റെ പ്രശ്നങ്ങളാണിത്. ഒരു കർഷകൻ ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടോ അത് നല്ല 10 പേര് കാരണം കഴിഞ്ഞാൽ അപ്പുറത്തൊരു തട്ടുകട അപ്പം വരും. ഒരു മീൻകട ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കാരണം കഴിഞ്ഞാൽ അത് തൊട്ടിപ്പുറത്ത് മീൻകട വരും. അതുപോലത്തെ ഒരു സംഭവമാണ്. ഇതിൽ കുറേ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാണ്ടാക്കണതാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ആ കൃഷി ഇല്ലാണ്ടാക്കണതാണ്. അങ്ങനെയാണ് സബ്ജക്റ്റ് പോകുന്നത്. നമ്മുടെ ട്രാക്ടർ സമരമൊക്കെ നടക്കണില്ലേ, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്ട്. കർഷക സമരമാണ് മെയിൻ കൊണ്ടുതല്ലേ. അത് ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് അതാണ്. ഞങ്ങൾ ഇതിൻ്റെ ഒരു സിമ്പിളാന്നുള്ള രണ്ടുപേരും. അപ്പോൾ ചർച്ചയിലേക്ക് വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതെ 100%. നമുക്ക് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് തന്നെ. ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ചിലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കണ്ണുമുമ്പിൽ കണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അവതരിപ്പിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതേപോലത്തെ വലിയൊരു പ്രശ്നം തന്നെ ഇത്. വലിയൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു യാത്രയിൽ നേരത്തെ പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നല്ലോ. പണ്ട് തൊട്ട് നമ്മുടെ യാത്രയിൽ ഞാൻ കൂട്ടുന്നത് വീട്ടിൽ വരാറുണ്ട്. നമ്മൾ ഒരു ആഘോഷം ഉണ്ടെങ്കിൽ നമ്മൾ അനാഥാലയത്തിൽ പോയി ആഘോഷിക്കാറുണ്ട്. ഓരോണം നമ്മൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ 2 അമ്മമാരെടുത്ത് ഇന്റർവ്യൂ ആണ് ആദ്യത്തെ. അതെ, 2 പേരും. വേറെ ഒരു ചാനലിലും വന്നിട്ടില്ല. അന്നത്തെ ഇന്റർവ്യൂ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അമ്മയൊക്കെ കാണട്ടെ ഇതൊക്കെ. അതെ അവർക്ക് കാണാനുള്ള അങ്ങ് അവിടെ ഇരുന്നൊക്കെ കാണും. തീർച്ചയായിട്ടും അവിടെ എല്ലാവരും സന്തോഷിക്കണേ. ഇപ്പം എച്ചുൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിക്കണ്ടാവും എച്ചു നാടകം കളിക്കണ്ടിട്ട്. കാരണം അമ്മയൊക്കെ ചിലപ്പോൾ കുഞ്ഞുനാളെ പറ്റി ഡാൻസ് ഓടിപ്പിച്ചേ എല്ലായിടത്തും കൊണ്ടുപോയി ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനില്ലാണ്ട് നാടകം കളിച്ചിരുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ നാടകം കളിച്ചിട്ട് 7ാം ക്ലാസ്സിലേറ്റ പഠിക്കുമ്പോഴാണ് നാടകം പഠിപ്പിക്കാൻ പറ്റുന്ന ഡയറക്ടർക്ക് ചാരായം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ചാരായം മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു പൈസ ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ മേടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ അവൻ മുതിർന്ന എല്ലാവരുടെ കൂടെ കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ മേടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പൈസ കൊണ്ടുതന്ന് അവൻ്റെ ചാരായം മേടിക്കാൻ പൈസ കൊടുത്ത് മേടിച്ച് ഡയറക്ടർ പഠിപ്പിച്ച് നാടകമൊക്കെ കളിച്ച് റിഹേഴ്സൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു ഞങ്ങളെ നാടകക്കാരെ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ്റെ അമ്മ പൈസ കൊണ്ടുതന്നെ അമ്മ ശകുന്തള നിൽക്കണ പോലെ നിൽക്കുക, ഒരു കഷത്തിൽ കുടമായിട്ട് നിൽക്കേ. അവിടെ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കുടം മേടിക്കുമ്പോൾ 2 കുടം മേടിക്കില്ല, ഒരെണ്ണം ചളുക്കി വിറ്റിട്ടാണ് ഇവൻ പൈസ കൊണ്ടുവന്നത്. ആ നാടകത്തിൻ്റെ റിസൾട്ട് അപ്പം അവിടെ ഓഫീസിൽ വെച്ച് അറിഞ്ഞു ഞങ്ങൾക്ക്. പിന്നെ നാടകം കളിച്ചിട്ട് പ്രൈസ് കിട്ടാൻ ഞങ്ങൾക്ക് സെക്കൻഡായിരുന്നു. വഴക്കുണ്ടാക്കി പ്രശ്നമായി. അവിടുത്തെ ജഡ്ജസ് സാർമാർ തന്നെയല്ലേ, അത് പറ്റില്ല, ഞങ്ങൾക്ക് നല്ല ജഡ്ജസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ജഡ്ജസിനെ കൊണ്ടുവന്നിട്ട് നാടകം കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 4ാം സ്ഥാനം. സെക്കൻഡായിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ.
അപ്പൊ അതെന്റെ സാറ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനതൊക്കെ ഓർക്കണേ. ആ അനുഭവങ്ങളൊക്കെ അല്ലേ ചാനലിൽ വന്ന് പറഞ്ഞപ്പോ അല്ലേ? അതൊക്കെ വലിയൊരു അനുഭവം അല്ലേ? അയ്യോ, നാടകം കളിക്കാൻ ഇവിടുന്ന് അപ്പൊ സജീവ് സാബിനെ അറിയില്ലേ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സാബു സോൺ, ഇവൻ എൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പം അന്ന് 600-ന്റെ ബൾബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമോ, തന്നുവിടൂല. അപ്പം അവൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് എന്നാണ്ട് കൊണ്ടുവന്നേക്കില്ല ബൾബ്. ഇവനിത് ആരേലും കൊടുക്കണില്ല, പൊട്ടിച്ച് കളയുന്നുമുണ്ട്. ഞാൻ ഇറങ്ങി താടാന്ന് തരില്ല, ഞാൻ പിടിച്ചോളാന്നുണ്ട്. ഇത് കക്ഷത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടക്കേ. അപ്പം ഞങ്ങൾക്ക് മേക്കപ്പ് റൂം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ 2 പാളിയുടെ ഡോറാണ്. ഇവൻ ഫ്രണ്ട് എന്നിട്ട് ഈ 2 ഡോർ വഴി തുറന്നു. അപ്പോൾ കക്ഷത്തി പൊട്ടിച്ച് ചെമ്മൻ ചെയ്താൽ നാടകം കളിക്കുമ്പോഴത്തേക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണെങ്കിൽ ഇവൻ കരഞ്ഞോണ്ടാ നിൽക്കുന്നത്, വീട്ടിലെ കാര്യം ഓർത്തിട്ട്. അപ്പൊ നാടകം 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട്. അല്ല, ആ ബൾബിന്റെ കാര്യം മറ്റേ ഇപ്പൊ ഈ കൊട പോലത്തെ സാധനം അലുമിനിയത്തിന്റെ സാധനത്തിലല്ല ബൾബ് ഇടണം നമ്മള്. പിന്നെ അത് തന്നെ മറ്റേ ഷെയ്ഡ് ഇടുന്നത് അല്ലേ? അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേറെ ഇപ്പൊ ഇതെല്ലാം വന്നേക്കണം, നമ്മൾ LED ഡൂമും അതും ഇതൊക്കെ വന്നേക്കണം. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പക്ഷെ അന്നത്തെ ലൈറ്റിംഗ് ആണ് ലൈറ്റിംഗ്. അതെ അല്ലേ? ഇപ്പൊ എല്ലാം ഡിജിറ്റലിലാണല്ലോ ചെയ്യുന്നത് അല്ലേ? അന്ന് മിക്സർ വെക്കുന്നു, നല്ല ചൂടുണ്ട്, ഇങ്ങനെ വെച്ചേക്കണം. ഇതിപ്പോ ലൈറ്റ് വേറെ ലെവലാട്ടാ. ലൈറ്റിന്റെ കൂടെ ഈ സ്മോക്കും കൂടി മിക്സ് ചെയ്തിട്ട് അവർ ചെയ്യുന്നത്. സ്മോക്ക് ഇങ്ങനെ ഇട്ടിട്ട് അത് ലൈറ്റ് അടിക്കും, വേറൊരു ആംബിയൻസാണ്. അത് ഓരോ സ്പോട്ടും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ കളിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. റിവേഴ്സിൽ ചെയ്യണ പോലെ അല്ല, ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോ അല്ലേ? അല്ലേ? ആ എങ്ങനെ കഴിക്കൊണ്ട അനുഭവങ്ങൾ, ചെറുപ്പകാലത്തിന്റെ അനുഭവങ്ങൾ കേട്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ കാണാൻ പോയ സ്ഥലത്തെങ്കിലും? അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. കാണാനായിട്ട് ഫ്രണ്ടിൽ പോയിരിക്കുക, കാണുക. ഫ്രണ്ടിൽ പോയിരിക്കും അല്ലേ? ഫ്രണ്ടിലിരിക്കും. അത് വന്നിട്ട് അഭിനയിച്ചു നോക്കുവോ അന്നൊക്കെ ആ കാലഘട്ടത്തില്? അങ്ങനെ ഉള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിലോ? സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആയിരുന്നു, അമ്മ ഡാൻസ് ആണ് ചെയ്യിപ്പിച്ചതെന്ന് അമ്മ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ അങ്ങനെ അഭിനയിക്കണമൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ നാടകം ചെയ്യുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. അതെങ്ങനെയോ ബൈ ചാൻസിൽ വന്നു പോയതാ. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചത്. അതെ, അല്ല എന്നാലും സത്യം പറഞ്ഞ ചേട്ടൻ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് പോവൂന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ പറഞ്ഞതായിരിക്കില്ല. ചിലപ്പോ ഒരുപക്ഷെ ചേട്ടായിനൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എനിക്ക് കിട്ടാൻ സാധ്യത വേറെ ആൾക്കാരെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഒഴിവായി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ അത് ചേട്ടായി സീരിയസ് ആയിട്ട് എടുത്തു. സാജന്റെ ചേട്ടൻ ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. രശ്മിനെ വിളിച്ചു നോക്കും, രശ്മി ചെയ്യാതെ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചത് ചേട്ടൻ. അപ്പൊ അതെങ്ങനെ ഓക്കെ ആയിരിക്കും എനിക്കറിയാലോ എന്തൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ അഭിനയിക്കുന്നത് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഓക്കെ ആണെന്ന് അറിയാലോ. അല്ല, പലതും അറിയാം. ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ആണെങ്കിൽ, വലിയ കുരുത്തക്കേടല്ല, കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എന്നോട് അത് പോട്ടെ എന്ന് എനിക്കറിയാം. അത് എൻ്റെ അടുത്ത് അഭിനയിച്ച് കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ഉള്ളിൽ തട്ടിയിട്ട് അങ്ങനെ അയ്യോ കുഴപ്പമില്ലെന്ന് പറഞ്ഞതല്ല അല്ലേ? കുറെ അഭിനയിക്കൂലേ? അങ്ങനെ അഭിനയിക്കാറൊന്നുമില്ല. അല്ല, എന്നോടുള്ള സെന്റിമെന്റ്സും ഉണ്ടേ. കുറച്ചൊക്കെ കൊടുക്ക, കുറച്ച് പോട്ടെ, കുറച്ച് അത് വിട്ട് കുറച്ച് കൊടുക്ക്, അത് ഉറപ്പാണ്. ഈ നാടകം സിനിമ രണ്ട് ജീവിതമായിട്ടാണ്. സിനിമയിൽ അഭിനയിക്കുന്നു. എനിക്ക് ഷാജുവിനെ കാണുന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സന്തോഷമാണ്. നിങ്ങളുടെ തുടക്കകാലം തൊട്ട് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര അല്ലേ? ഇത് വേണ്ട എന്ന് വെക്കുന്നു. അന്ന് വേണ്ട എന്ന് വെക്കുമ്പോൾ മനസ്സിലുണ്ടായ വേദനയായിരുന്നു അന്ന് ഷാജുവിന്. അതെ അതെ, വാളയാർ സംഭവത്തിൽ വേദനയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു വാളയാർ സംഭവത്തിൽ. ആ വേദനയുണ്ട്. എത്രയോ ട്രീറ്റ്മെന്റിന് പോയി. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ സന്തോഷത്തിൽ ഞാൻ ഇടയ്ക്ക് വിളിക്കും എന്തായി എന്ന് ചോദിക്കാറുണ്ട്. എന്തായി ട്രീറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ സന്തോഷത്തിൽ വന്നപ്പോൾ അതുപോലും വേണ്ട എന്ന് നിങ്ങൾ വെച്ചു. അത് നിങ്ങളുടെ ഒരു മനസ്സ്, എന്തിനാണ് കുട്ടികൾ അല്ലേ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂരതയിലേക്ക് പോകുന്ന കുട്ടികൾ എന്തിനാണ്? നമ്മളില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സംരക്ഷണയില്ല. ആ ഒരു സംശയങ്ങളായിരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് വേണ്ട എന്ന് വെച്ചപ്പോൾ രണ്ടുപേരും എടുത്തൊരു തീരുമാനമായിരുന്നു. രശ്മിക്ക് ആദ്യം തോന്നി എന്തായിരുന്നു? തീരുമാനമല്ല കേട്ടോ, അവിടെ വെച്ച് ഞങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ രശ്മിക്ക് എന്ത് തോന്നി? എന്താ തോന്നിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും അതെന്താ തോന്നിയെന്ന് വെച്ചാൽ ബ്ലാങ്ക് ആണ്. അല്ല, ഞങ്ങൾ അത്രയും പൈസ അവിടെ കെട്ടിയിട്ട് വരുവാ ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ്. അപ്പോഴാണ് നവജിത്ത് ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങളിത് കാണാൻ വേണ്ടി ചെല്ലണത്. നവജിത്തായിരുന്നു അത് ചെയ്തു തന്നത്. അത് കഴിഞ്ഞിട്ടാണ് നവജിത്ത് ഞങ്ങൾക്ക് നാടകം ചെയ്തു തന്നത്. ഉന്നാവ് നവജിത്ത് ചെയ്തു തന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു. കണക്ട് ചെയ്ത്, അതാണ് ആ നാടകം കണ്ടു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത നാടകമായിരുന്നല്ലോ. അപ്പം അത് നവജിത്തിന് ഞങ്ങളുടെ ഒരു വേവ് ലെങ്ത്തും മനസ്സിലായി.
ഞങ്ങൾക്ക് നവജിത്തിനെ മനസ്സിലായി. അങ്ങനെയാണ് ആ നാടകം ചെയ്തത്. ആ സബ്ജക്റ്റിലേക്ക് എടുത്ത്. പക്ഷെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു അല്ലേ? ആ പിന്നെ അതില്ലാതിരിക്കുവോ? ഇപ്പോഴും ആ വിഷമം. അതോടൊപ്പം തന്നെ വീട് എത്രയോ ആഗ്രഹിച്ചു വിടുന്ന വീട്. അതിനി ഉണ്ടാക്കാലോ. അല്ല എങ്കിലും അതല്ലല്ലോ. അല്ല നമുക്ക് ദൈവം നമുക്ക് ആയുഷ് തന്നെ, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം തന്നെ. പക്ഷെ എങ്കിലും ആ മനസ്സ് പലർക്കും അറിയില്ല. ആ മനസ്സ് അറിയണം. മനസ്സാണ് ഞാൻ അങ്ങനെ അറിയിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആ അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് അറിഞ്ഞത്. അതെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അല്ലാതെ നമ്മൾ എവിടേക്കോ എന്തൊക്കെ ചെയ്ത് നമ്മൾ ഈ ചെയ്യണതില്ലേ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഒരാളോട് മേടിച്ചിട്ടാ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് പോയി ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും ചില സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ അവയവദാനത്തിൻ്റെ ഇതിന് ചെന്ന് ഞാനെല്ലാം പറഞ്ഞ് ആ ചായ കുടിച്ചപ്പോൾ ഇവനൊക്കെ നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനും തോന്നില്ല. നമ്മൾ നല്ലതായിട്ട് ചെയ്യണത്. പക്ഷേ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകണം നമ്മുടെ വീട് വെക്കണ ഒരു സെറ്റപ്പ് ഞങ്ങൾ പറഞ്ഞു. കുറച്ചങ്ങോട്ട് പോയിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റാൻഡായിട്ട് നിന്നതിന് ശേഷം ഇതിനൊന്ന് സേഫാക്കിയതിന് ശേഷം അടുത്തൊരു നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കുറേ അമ്മമാരെയൊക്കെ താമസിപ്പിച്ച് അവരുടെ കൂടെ ഞങ്ങളും കൂടി നിന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. അതാണ് ഈ വീട് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു വെച്ച വീട് കൊടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളൊരു ചാരിറ്റി പോലെ അത് കേട്ട മനസ്സറിഞ്ഞിട്ട് കൊടുത്താണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം എന്തായിരുന്നു? അതൊക്കെ ഇതുപോലത്തെ നമ്മൾ ഓരോ പെട്ടെന്ന് തോന്നുന്ന തീരുമാനങ്ങളല്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ഒരു വീട് വെക്കുക. ഞാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളൊരു 8 10 ഒരു അമ്മമാരും അച്ഛന്മാർ അവരെയൊക്കെ കൂടി ഒന്നിച്ച് എന്നിട്ട് അവരുടെ 2 മക്കളായിട്ട് ഞങ്ങളും കൂടി താമസിച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി വന്ന സ്നേഹമൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവരുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അമ്മമാരെ അച്ഛന്മാരും 10 കിട്ടരുതെന്നാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും. പക്ഷേ 20 കിട്ടും. അതാ ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ല അമ്മമാരെ. അതിലെത്രയോ പേര് നമ്മളെന്തിന് എന്നെ കാണുമ്പോഴേ പച്ചത്തെറിയാ. എന്നെ കണ്ട് അപ്പം തെറി പറയും. ഏറ്റവും ഭയങ്കര ഇഷ്ടമോ വിളിച്ചുകൊണ്ട് ഞാൻ തട്ടിക്കൊണ്ടു വന്നേക്കണമെന്ന് പറയണ്ട. അത് ഒരു സുഖമില്ലാത്ത അമ്മച്ചി ഉണ്ടായിരുന്നു. നമ്മളന്ന് അന്ന് ചെല്ലുമ്പോ എനിക്ക് ഓർക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഒരു നായരോ നമ്പൂതിരി അമ്മച്ചിയാന്ന് തോന്നുന്നു. അപ്പൊ ഈ വിളക്ക് വെക്കലും പ്രാർത്ഥനയും അമ്പലത്തിൽ പോക്കൊക്കെ ഉള്ള. അപ്പൊ കുട്ടിയെ സന്ധ്യക്ക് മുമ്പ് ഇങ്ങ് എത്തിയേക്കണോട്ടോ എന്ന് പറയും. ഞാൻ അതിലെ പാസ് ചെയ്ത് അപ്പത്തേര് വരും. ഇവന്റെ കൂടെ പോവരുതിട്ടോ എന്ന് പറയും. അമ്മക്ക് എങ്ങനെയോ മനസ്സിലായത് കറക്റ്റ്. ഇത്ര വർഷമായിട്ടും മനസ്സിലായിട്ടില്ല ഇപ്പോഴും അല്ലേ. ഈ പറഞ്ഞു വന്നില്ല ആ ഒരു വീടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അതങ്ങനെ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഇതാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് നമ്മൾ തൊട്ടിലാട്ടിയ അമ്മ അല്ലേ. തൊട്ടിലുള്ളപ്പോൾ തൊട്ടിലാട്ടിയ അമ്മ, കട്ടിലുള്ളപ്പോൾ പുറത്താക്കുന്ന മക്കൾ. ആ കാലഘട്ടമാണിപ്പോൾ അല്ലേ. എത്രയോ കാലഘട്ടം തൊട്ടിലാട്ടി നമ്മൾ ഉറക്കി, കട്ടിലിൽ കിടക്കാനുള്ളപ്പോൾ കട്ടിലുള്ളപ്പോൾ ആട്ടി പുറത്താക്കി കൊണ്ടുപോകുന്ന ആളുകൾ. അവരെയൊക്കെ എന്താണ് പറയുക അല്ലെ? അമ്മമാരോടല്ല പറയേണ്ടത്, അമ്മമാരെ കൊണ്ട് ആക്കുന്ന മക്കളുടെ അടുത്താ പറയേണ്ടത്. നമ്മളുടെ അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരു കസേരയും കയറ് കെട്ടിലുമാണ് ഇവരുടെ ജീവിതം. രാവിലെ ആ കയറ് കെട്ടിൽ നിന്നിട്ട് ഒരു ചാരു കസേര വന്നിരിക്കും, അവിടെ തന്നെ ചായ വരും, ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി ആ കട്ടിലും കസേരയായിട്ടുള്ള ജീവിതമോ. ഇപ്പം അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ പലരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ പോലും മക്കൾ കൊണ്ട് ഈ സാധാരണ മരുമക്കൾ കൊണ്ട് അമ്മായിമ്മേനെ കളഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വന്നത്. ഓരോ സ്ഥലത്തിലും ഓരോ കഥയാണ്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ വിഷമങ്ങളും അവരുടെ കഥകളും കേട്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിയെടുത്തിനൊന്ന് കുത്തിക്കൊല്ലാനും വരും. നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെയാണെന്ന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ലെന്ന് തുറന്നടിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. ലാസ്റ്റ് ടൈം മരിക്കാൻ പോണ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞു. എന്ത് മനസ്സവരുടെ അല്ലേ. മനസ്സില്ലാഞ്ഞിട്ടത്. ഒരു 3 സെക്കൻഡേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് ചരിഞ്ഞ് വീണാൽ തീരും. എന്ത് കൂട്ടിപ്പെട്ട് ഇപ്പം അവിടെ കൊണ്ട് അച്ഛനും അമ്മനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അവർ മേടിക്കും എന്തായാലും. അവരുടെ ഒരു പ്രായം കൂടി വരുമ്പോൾ അവർ കുട്ടിക്കാലത്തൊക്കെ വന്നത്. നമ്മളെ അച്ഛനും അമ്മ കുഞ്ഞിലെ വളർത്തിയതുപോലെ ഈ അച്ഛനും അമ്മനെ നമ്മൾ നോക്കണം. അവർ കുട്ടിയായിട്ട് കണ്ടിട്ട് നോക്കണം. അവർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ പ്രാക്കത്ര പ്രാക്ക. നിങ്ങൾ ഒത്തിരി കണ്ടവരാണല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒത്തിരി കണ്ടവരാണ്. ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങൾ പോയവരാണല്ലോ.
ഒരു പ്രാവശ്യമാണെങ്കിൽ എനിക്ക് വരാൻ പറ്റിയതാണ് ആ കൂടെ. അവിടെ അമ്മമാരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലഞ്ഞു വരും നിങ്ങളോടുള്ള സ്നേഹം. ഇത് എല്ലാവരും ഒത്തിരി സ്ഥലത്തും പോകണം. ഇപ്പം ഞങ്ങൾ ചാലക്കുടിയില്ല, നമ്മൾ അന്ന് പോയത് ചാലക്കുടിയിൽ പോയില്ലേ, ഉദ്ഘാടനത്തിന് വിളിച്ചേക്കണം. അവിടെ എന്തോ പരിപാടി അമ്മമാരുടെ ഇടയിൽ. അപ്പം എനിക്കറിയാം തലയിറങ്ങി വീഴുന്നു. കാരണം ഞാൻ ഷൂട്ടിന് പോകാതെ ഞാനും കൂടി ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ഹൈജീനിക്കായിട്ട് നോക്കണ ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. സ്വർഗമാണത്. അവിടെ നമ്മൾ ജീവിതത്തിൽ കാണുന്ന സ്വർഗമോ, കഴിക്കണ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണെങ്കിൽ എന്താണ് ഒരു സ്മെല്ലെന്ന് പറഞ്ഞ പരിപാടി ഒന്നുമില്ല. ഭയങ്കര ഹൈജീനിക്കായിട്ട് നോക്കണം. ഇത്രയും ഒരു ഏക്കർ സ്ഥലം എടുത്തിട്ട് കൊടുത്തേക്കേ അങ്ങോട്ട് കയറണം തന്നെ. നമ്മൾ സ്വർഗത്തേക്ക് പോകണ വഴികൾ പോകണം ചെന്ന് കയറി അമ്മമാരൊക്കെ ഇരിക്കണം, നല്ല ക്യൂട്ട് അച്ഛനും അമ്മമാരും എല്ലാം ഇരിക്കണം, എല്ലാവരും നീറ്റായിട്ട്. പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, അത് അവർക്കുള്ള വരുമാനത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവർ എന്തോ നല്ല സ്പോൺസറും കാര്യങ്ങളാണ്, ഭയങ്കര ഹൈജീനിക്കാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്ത വർഷം ചെല്ലാം അവരിപ്പോൾ എന്തെങ്കിലും വിളിക്കും, പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ വിളിക്കും. അല്ല, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് സഹായിക്കും. പക്ഷേ നിങ്ങളുടെ സഹായം വേറെ. നിങ്ങൾ വീട് കൊടുക്കുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു, ഇനി നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ അതുണ്ടാകണം. ദൈവം തരും എന്നുള്ള പ്രതീക്ഷയാണ്. ദൈവം തരുകയും ചെയ്യും നിങ്ങളുടെ പ്രവൃത്തിക്ക്. ഇങ്ങനെ ചെയ്യുന്നവർ വളരെ ചുരുക്കാൻ ഞാൻ കണ്ടിട്ടുള്ളൂ. ഉള്ളതിൽ നിന്ന് കൊടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കുന്നു. നിങ്ങളിപ്പോൾ വീട് കൊടുത്തിട്ട് നിങ്ങൾ മാറ്റുള്ള വാടകയ്ക്ക് താമസിക്കുന്നു. വാടക കൊടുക്കണ്ടേ? കൊടുക്കണം. അത് ദൈവം തരും. ദൈവം അതിനായിട്ട് ദൈവം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. എന്നെ ആദ്യം കാണുമ്പോൾ എങ്ങനെയായിരുന്നു, ഞാൻ ബസ്സിന് വന്നിറങ്ങണല്ലേ കണ്ടത്. അങ്ങനെ വന്ന ഞാൻ 150 രൂപ, അന്നേരം 150 രൂപയാണ് പേയ്മെൻറ്റ് കളിക്കുമ്പോൾ. രാജാക്കാട് ഇവിടെ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ 150 രൂപ എനിക്ക് കിട്ടിയിട്ട് അതിന്മേന്ന് 125 രൂപ കൊടുത്തിട്ട് മുയലിനെ മേടിച്ചേരാൻ പറഞ്ഞു. ആ മുയലിനെ കൊണ്ടാണ് വീട്ടിൽ വന്നത്. ഇവിടെ അരി വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ സ്വഭാവം. ഈ മൃഗങ്ങളും പക്ഷികളും ഇതൊക്കെ തന്നെ ഞങ്ങൾ. ഇപ്പം വീട് മാറിയപ്പോൾ പക്ഷികളൊക്കെ എവിടെയാണ്? അവരെല്ലാവരും ഓരോ സ്ഥലത്തേക്ക് കൊടുത്തു. ഓ, അതൊക്കെ എന്ത് വിഷമിച്ചാണ് നിങ്ങൾ? വിഷമിച്ച് ഇങ്ങനെ ഇല്ലാത്ത സമയം നോക്കിയാൽ ഞാനത് സെറ്റ് ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അടുക്കളയുടെ വന്ന് ഫുള്ള് കൂടൊക്കെ കാലിയായി കിടക്കുക. അവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചെക്കൻ കുതിരേനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുതിരേനെ കൊടുത്തു. കുതിരേനെ കൊണ്ടുപോയിട്ട് പിന്നെ എവിടെ നമ്മളന്ന് പോയത്, ചങ്ങനാശ്ശേരി അല്ല, ഒരു ബീച്ചിൽ ഞങ്ങളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ബീച്ചിൽ പോയിക്കുക. അവൻ കരഞ്ഞിട്ട്, കായംകുളം, അവൻ കരഞ്ഞിട്ടാണ് ഇത് കൊടുത്തത്. കുതിരേനെ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബീച്ചിൽ കൂടി റൈഡ് കിടത്തണം കുതിരയുടെ പുറത്ത്, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ റാണീനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞ് ഇത് നിങ്ങളുടെ റാണി തന്നെയെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു ഒറ്റ ഇരിപ്പ് താഴ്ത്തിട്ട് അവിടെ ഇരുന്ന് കരച്ചിൽ. ഇവൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിങ്ങനെ എന്തൊക്കെയോ പോലെ ഈ റൈഡിന് കൊണ്ടുപോയി. അപ്പം എന്നെങ്കിലും അവനെ അവിടെ വെച്ച് കിട്ടിയിട്ട് വേണം ചോദിക്കാൻ. ഞാൻ അവനെ വിളിച്ചു, ഫോൺ വിളിച്ചു. അപ്പം നിനക്ക് നോക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നൂടായിരുന്നെന്ന് വെച്ച്, വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇത്രയും ജീവജാലൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു പൂച്ചയാണ്. ആ പൂച്ചയെ ഈ പറഞ്ഞ വൈഫാണ് നോക്കണം, നമുക്കല്ല. വൈഫിൽ കിടന്നുറങ്ങില്ല, അത് വൈഫിൽ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഗുണം വെച്ചാൽ എനിക്ക് യാത്ര കൂടുതൽ വേണ്ട. വൈഫ് പയറിട്ടിട്ട് പറ്റില്ലല്ലോ. വൈഫില്ലെങ്കിൽ അത് ഭക്ഷണം കഴിക്കില്ല, വൈഫിൻ്റെ കൂടെ കിടക്കുള്ളൂ. നിങ്ങളാ ഫുഡാണ് കഴിക്കണത്? ഈ അതിൻ്റെ ഫുഡുകളുണ്ട്, ഡ്രൈ ഫുഡല്ലേ. അപ്പം ഇടക്കിടക്ക് വൈഫൊന്നും മാറിക്കണമല്ല, നല്ല ചിലവായിരിക്കും. നല്ല ചിലവാണ്, നല്ല ചിലവാണ്. അപ്പൊ ഇത്രയും പേര് 10-12 പൂച്ച ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകണം അവർക്ക് വേണ്ടിയാണ്. ഇതിനെന്ത് വേണം? ആകെ അവർ ആപ്പിൾ മാത്രം തിന്നുന്ന ആൾക്കാർ, ഡ്രൈ ഫുഡ് തിന്ന കുറേ പേര്. രാവിലെ ഡോഗിനെല്ലാം ഡ്രൈ ഫുഡ്, പിന്നെ വൈകിട്ട് മീറ്റും കൂട്ടിയിട്ട് ചോറ്. ഞങ്ങൾ രണ്ടുപേരും റേഷൻ അരി, പരിപ്പ്, പയർ ഇതൊക്കെ കഴിക്കുന്നത്. അത് എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലല്ല, ഇത് തീർച്ചയായും അപ്പം മെസ്സേജ് വരും, ഇത് തീർന്നിട്ടുണ്ട്, ഒന്നല്ല ഞാൻ മേടിക്കണം അല്ലെങ്കിൽ മോൻ മേടിക്കണം. അത് കണ്ടുപിടിച്ച് മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ വൈഫ് അന്നത്തെ ദിവസം ഒക്കെയാണ്. ഇഗ്വാന എന്ന് പറഞ്ഞ ഇതില്ലേ, കോവക്ക, ചൈനീസ് ക്യാബേജ്, അങ്ങനെയാണ് ആ ഒരു ഏരിയ. പിന്നെ കോഴികളുടെ ചില കുറച്ച് സാധനങ്ങൾ ആപ്പിൾ മാത്രം തിന്നുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ നെട്ടൂർ മാർക്കറ്റിൽ കൂട്ടുകാരുണ്ട് ഇഷ്ടം പോലെ കച്ചവടം. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഒരു പ്രശ്നമുള്ള ബോക്സൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പം തന്നെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയ മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ അവിടെ ഹോൾസെയിലായിട്ട് ഡോഗ് ഫുഡ് കൊടുക്കുന്ന ഷോപ്പുണ്ട്. അവിടെ ചാക്കൊക്കെ ഇച്ചിരി പൊട്ടിക്കഴിഞ്ഞാൽ വിളിക്കും അവർക്കത് പിന്നെ കയറ്റി വിടാൻ പറ്റില്ല. പിന്നെ 1 മാസം ഉള്ളൂ തീരാൻ, ഡേറ്റ് തീരാനെങ്കിൽ കടക്കാരെടുത്ത് പോകില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഗുണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന ജീവിതം വല്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ. അല്ല, ഇത് പറയാതിരിക്കാൻ പറ്റില്ല.
അല്ല ഫ്ലാറ്റ് ഞങ്ങൾക്ക് പറ്റൂല. അല്ല ആദ്യം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഫ്ലാറ്റ്. എനിക്ക് ഒട്ടും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ മുറ്റത്തൊക്കെ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നടന്ന് ചെടി നട്ട് പച്ചക്കറി നട്ട് പട്ടി പൂച്ച കോഴി അതിൻ്റെ പുറകെയൊക്കെ നടന്നിട്ട് പെട്ടെന്നൊരു എന്താ പറയുക ചുമരിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി എനിക്ക് തോന്നുന്നു ഈ നാടകത്തിന് പോയപ്പോഴാണ്. ശരി, നാടകം റിഹേഴ്സൽ തുടങ്ങിയപ്പോഴാണ് എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആണെന്ന് പറയണത്. പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ UK പോയി. എനിക്കെപ്പോഴും ഒറ്റക്ക് കിടക്കണോണ്ട് എനിക്ക് സേഫ് ചെയ്താൽ ഫ്ലാറ്റാണ്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഈ ഫ്ലാറ്റൊന്നും നമ്മൾ മേടിക്കില്ല, വീട് തന്നെ ആയിരിക്കുള്ളൂ. അത് ഈ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സെറ്റപ്പിലുള്ള ഒരു പരിപാടിക്ക് അതിലേക്കുള്ള ഇപ്പം നേരത്തെ പറഞ്ഞത് ദൈവം തരും നമുക്ക്. അതെന്ന് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. തീരുമാനിക്കണതും ഒക്കെ ഭഗവാന്റെ തീരുമാനമാണ്. അതുപോലെ മുമ്പോട്ട് പോകും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല. ഇനി ഒരു കുട്ടി എന്നൊരു കാര്യം, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടിയും ഞങ്ങളുടെ കുട്ടിയല്ലേ? അതെ. അല്ല, ഞാൻ പേഴ്സണലി ചോദിച്ചാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, നമുക്ക് ഈ ആഗ്രഹമില്ലാന്നില്ല. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായിട്ടില്ല അല്ലേ? കുട്ടികളില്ലല്ലോ അങ്ങനെ ഒരു സ്ഥലത്തുനിന്നും, എൻ്റെ വീട്ടിൽ നിന്നോ ഇയാളുടെ വീട്ടിൽ നിന്നോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ ഇത്രയും വയസ്സായില്ല, ഇനി ഒരു കുട്ടിയെ വളർത്തണ്ടേ? ആരോഗ്യമുള്ള ഒരു കുട്ടികളെ മര്യാദക്ക് വളർത്താൻ പറ്റില്ല. വരുന്ന കാലം പോവുക പിള്ളേർ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പ്രായം, ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ അതിനൊരു നല്ല പ്രായത്തുമ്പോൾ ഞങ്ങൾ ഏത് ടൈമായിരിക്കും? ഈ പറഞ്ഞ പോലെ അതുങ്ങളൊരു 10-12 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുപോകണം, എന്നാലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ആവുകയാണെങ്കിൽ ആവട്ടെ, അത്രേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റില്ല, ദൈവം തരുവാണെങ്കിൽ തരട്ടെ. ട്രീറ്റ്മെൻറ്റൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് എടുത്തു. ഒരു പ്രാവശ്യം പോസിറ്റീവ് ആവുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇപ്പം ഒന്നും അതാണ് ഈ ഫിസിക്ക് പ്രശ്നമുണ്ട് നമുക്ക് ശരീരം. നമ്മൾ ഈ പെറ്റ്സിനെ കൂടുതൽ മാറ്റിയത് അതുകൊണ്ട് തന്നെയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. അലർജി പ്രോബ്ലം, വീട് തന്നെ പോകുള്ളൂ. അലർജി ഭയങ്കര ഇഷ്യൂ. ഇപ്പോഴും അത് ഇങ്ങനെ ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ ഇതിൻ്റെ ഇവരെ കൊണ്ടുനടക്കണോണ്ടേ, എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ വന്ന് ഷിഫ്റ്റിങ്ങിന് വന്നു, വീട് ഷിഫ്റ്റിങ്ങിന് വന്നു. കൂട്ടുകാർ വന്ന് എല്ലാ സഹായം എന്നിട്ട് വീട്ടിൽ പോയപ്പോൾ അവൻ വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്നത്. അത് നിൻ്റെ ചേട്ടൻ്റെ വീടല്ല, ജംബോ സർക്കസ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത്. അത്രയും മാത്രം ആൾക്കാരല്ലേ കൊണ്ടുപോകണത്. അല്ല, എന്തോരം ഉണ്ടാവും. അത് കയറുമ്പോൾ തൊട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത്ഭുതമല്ലേ അവിടെ. രാവിലെ എണീറ്റ് അടിച്ച് തളിച്ച് കുളിച്ച് പുകയൊക്കെ ഇട്ട് അതിൻ്റെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കത്തിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് അതേപോലെ കത്തിച്ച് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അത് ഫോർട്ട് കൊച്ചിയിലൊരു ഷോപ്പുണ്ട് ഈ ഇതിൻ്റെയൊക്കെ വിദേശികൾക്കൊക്കെ കൊടുക്കുന്ന സ്പ്രേയിങ് സാധനങ്ങൾ. അവിടെ കുറച്ച് സാധനങ്ങളുണ്ട് തിരി പോലത്തെ, അതാണ് മേടിച്ചുകൊണ്ട് വന്നിട്ട് കത്തിക്കുന്നത്. അല്ല, അവിടെ കയറുന്ന ഒരു സ്മെല്ല് പോലും ഒരു സാധനം നമ്മളാ വീട്ടിൽ ഒരു സ്മെല്ല്, ഇത്രയും പക്ഷിയും കാര്യങ്ങളുണ്ട്, ഒരു സ്മെല്ല് പോലും കിട്ടാറില്ലായിരുന്നു. അതെ. അല്ല, അങ്ങനെ നോക്കണം, നമ്മൾ ഹൈജീനിക്കായിട്ട് നോക്കണം. അവർക്കും അസുഖങ്ങളുണ്ടായിരുന്നു. നമ്മൾ അസുഖമുള്ളവരെ റോട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കൊണ്ടുവന്നവരിൽ നിന്ന് അവർക്കും പടരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പൈസ മുടക്കി പരിപാടിക്ക് പോയി സിനിമ അഭിനയിച്ചു എല്ലാം ഇതിലേക്കും കൂടെ അവർ തീറ്റുക, കഴിപ്പിക്കുക. എന്നാൽ നല്ല സ്നേഹമൊന്നേ അവരൊക്കെ ഓടി നമ്മുടെ അടുത്ത് തന്നെ അടുക്കളയിൽ ചെല്ലും കുതിര. അടുക്കളയിൽ ചെന്നാൽ പിന്നെ ഒരു 5 പേര് വേണം അതിന് ഉന്തി പുറത്തിറക്കാൻ. അരിയും ചാക്ക് വലിച്ചിട്ട് പച്ചരി തിന്നും. ഇയാളെ കൊണ്ട് തല്ലാൻ പറ്റില്ല, എത്ര പേര് തള്ളിയാലും നീങ്ങൂല. നമ്മൾ മനുഷ്യന്മാരുടെ ആ ഒരു ഈ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അച്ഛനമ്മമാരെ കൊണ്ട് കളയണ കാര്യം പറഞ്ഞില്ലേ, അത് മനുഷ്യന് മനസ്സിന് ഇതില്ലാണ്ടാ, ഹൃദയം ഇല്ലാത്തവരങ്ങനെ ചെയ്യണത്. മൃഗങ്ങൾക്കൊക്കെ നല്ല ഹൃദയമോ, അവരുടെ ഹൃദയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അവരെ സ്നേഹിച്ചാൽ ആ സ്നേഹം തിരിച്ചും കിട്ടും. അതാ പറഞ്ഞ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞതാ, കുരങ്ങിന് അറ്റാക്ക് വരുമോ? ഇല്ല. അവരവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് മരത്തെ ചാടി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ജീവികൾക്കും അറ്റാക്ക് വരില്ല. പട്ടിക്കോ പൂച്ചയ്ക്കോ ഇതിനൊന്നും അറ്റാക്ക് വരില്ല. പക്ഷെ ഹൈബ്രിഡ് പട്ടിയൊക്കെ ഉണ്ടല്ല, അതിന് അറ്റാക്ക് വരും. ഈ കഴിഞ്ഞ ഒരു ഇടയിൽ ഞാൻ കൊടുത്തതിൻ്റെ രോഗം അത് അറ്റാക്ക് വന്ന് ചത്തുപോയി. അത് നമ്മൾ തീറ്റ ഓവറായിട്ട് കൊടുക്കും. മറ്റുള്ളവർ അവരുടെ ജോലി കറക്റ്റായിട്ട്, കുതിര ചാടണപ്പോൾ ചാടുന്നുണ്ട്, ഓടുമ്പോൾ ഓടുന്നുണ്ട്. എല്ലാ ജീവിജാലങ്ങളും അങ്ങനെ, അവർക്കൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ് വെച്ചെടുത്ത് അവിടെ ഇരുന്ന് തന്നെ തീർന്നത്. പിന്നെ എന്നിട്ടും പഠിക്കില്ല. ജനറേഷൻ കുറഞ്ഞു ഏറ്റവും ഇത് കുറവുള്ള രാജ്യം നമ്മുടെ ആവും. ഇപ്പം എല്ലാവരും പറഞ്ഞല്ലേ ലിമിറ്റ് ടുഗെദറായിട്ട് ജീവിക്കുമല്ലേ, കുട്ടികൾക്ക് താല്പര്യമില്ല, അടുത്ത ജനറേഷൻ്റെ ആവശ്യമില്ല. കാലം മാറി. എല്ലാവരും അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ലല്ലോ. എന്തു പറയാൻ, ആരോടും ഒന്നും പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. പ്രവർത്തനത്തിൽ വരുക എന്നുള്ള അവരവരുടെ കാര്യങ്ങളാണ്. നമ്മൾ പറയുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ജീവിതമാണ് മാതൃകയെന്ന് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ അനുഭവമാണ്.
ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഞാൻ നേരിട്ട് കണ്ട അനുഭവമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ, ധൈര്യമായിട്ട് പറയാനും പറ്റും. ഗ്യാരണ്ടിയോട് പറയാം, ഇത് ഈ ഒരു ജീവിതം വേറൊരു ജീവിതം എന്ന് പറയാൻ പറ്റും എനിക്ക്. അതാ ഞങ്ങൾ ഏറ്റവും സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതെ, നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ സന്തോഷമാണ് രണ്ടുപേരും സന്തോഷമാണ്. ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നമുക്ക് സന്തോഷമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം എന്താണെന്ന് തിരഞ്ഞെടുക്കുന്ന ആ രീതിയിൽ പോലെ ഇരിക്കും മാറ്റങ്ങൾ. മറ്റവരോട് മിണ്ടണ്ട, ആരും മിണ്ടണ്ട, നമ്മൾ രണ്ടുപേരും മിണ്ടിയാൽ മതി, നമ്മൾ തിന്നാൽ മതി, അവർ തിന്നണ്ട, അവർക്ക് ഒന്നും കിട്ടാതെ പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ. അത് ഞങ്ങളുടെ ജീവിതം അതാണെന്ന് പറഞ്ഞത്. ഇതില്ല പിന്നെ ഞങ്ങളില്ല. തീർച്ചയായിട്ടും. എന്നാൽ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എല്ലാം സാധാരണ ആൾക്കാരെല്ലാവരും, അച്ഛൻ്റെ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത് അവസാനിക്കുന്ന മുമ്പ് നിങ്ങൾ ചെയ്ത ആ നാടകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാടകത്തിൽ ആ 2 ഡയലോഗ് നിങ്ങൾ ചെയ്തു തരുമോ? കഴിഞ്ഞ ഞാൻ ചങ്ങമ്പുഴ പാർക്കിൽ ആ ഒരു ഫീലുണ്ടായ ഒരു സീനുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിക്കും ഈ നാടകത്തിലെ ഡയലോഗ് അല്ലേ? പറഞ്ഞോട്ടെ. ഓ ആക്ഷൻ പറയട്ടെ. ഇച്ചായോ, ഒരു നാൾ നമ്മുടെ ചക്കപ്പറമ്പിലെ എല്ലാ പ്ലാവുകളും ഒരുമിച്ച് പൂക്കും. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ ഈ മുറ്റം നിറയെ ചക്കകൾ. ഹോ, ഓർക്കുമ്പോൾ തന്നെ എന്നാ രസയിച്ചായ. അതുള്ളതാടി. എല്ലാവരും ഈ ചക്കച്ചനെ തോപ്പിക്കാൻ നോക്കുക. പള്ളിക്കാരും നാട്ടുകാരും ഒക്കെ. എന്നാലേ ഈ ചക്കച്ചൻ ഒരു പള്ളിയുടെ പട്ടക്കാരെ കൂട്ടരല്ല. ഞാനേ മണ്ണി പണിയെടുക്കുന്നവൻ്റെ പിന്തുണയാ. ഞങ്ങളുടെ കൂട്ടരുടെ ഉള്ളൊന്ന് കാണുമ്പോൾ ഈ മണ്ണിൽ നിന്നൊരു വിളി വരും. മണ്ണി പണിയെടുത്തവൻ്റെ വിളി, തോൽക്കാൻ മനസ്സില്ലാത്തവൻ്റെ വിളി. തൂമ്പയും അരുവാളും ഈ മണ്ണിലിങ്ങനെ മുളച്ചു പൊന്തുമ്പോൾ അത് ഞങ്ങളെ കൈപിടിച്ച് മേലോട്ട് ഉയർത്തും. മൺമറഞ്ഞ കാരണവന്മാരുടെ ചോദ്യങ്ങളാ ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിച്ച എൻ്റെ കാരണവന്മാരെ എനിക്ക് വഴി കാട്ടാൻ പാ. എൻ്റെ കണ്ണി കുത്തിയ ഇരുട്ട് കുത്തിക്കീറി എനിക്ക് വെളിച്ചമേവാൻ പാ. പോത്തമ്പ പോരെ പോകാം. ഇത് വേറെ സ്ഥലത്തെ ഡയലോഗ്, വേറെ സ്ഥലത്തെ കേട്ടാ. ശരി പറഞ്ഞ ഈ ഡയലോഗ് ഞാൻ ഇങ്ങനെയല്ല പറയേണ്ടത്, കുറച്ചും കൂടി ഒരു സന്തോഷത്തോടെ പറയണത്. ഇതിപ്പോ ചുമ്മാന്ന് അല്ല, ഇത് ആളുകൾ ഇമോഷണൽ കൊണ്ടുവരാന്ന് പറഞ്ഞാലേ അതെ, കണ്ണീന്ന് വന്നെ കാണണം കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മൾ പിടുത്തപ്പെട്ടു പോയി. ഇത് ഒരു ഏരിയ കഴിഞ്ഞ ഇതാണ്. എല്ലാവരും ഇങ്ങനെ കൃഷി വേണ്ട ആർക്കും, ഇതൊന്നും ആർക്കും വേണ്ട. അങ്ങനത്തെ ഒരു ഊരിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കുള്ള ഒരു കർഷകൻ്റെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതിനടക്കം ഈ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു കർഷകനോട് ഏറ്റവും കൂടുതൽ മല്ലടിക്കുന്നത് സാധാരണ അവിടുത്തെ ഒരു മുതലാളിയൊന്നുമല്ല, അങ്ങ് അഖിലേന്ത്യാ തലത്തിൽ നിന്നാണ്. ഈ ഒരു സാധാരണ കർഷകനെ തളർത്താൻ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആൾ വരുന്നത്. അല്ല, ഇത് കാണാതിരുന്ന നഷ്ടമാണ് കേട്ടോ ഈ നാടകം. നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ആ ജീവിത ഭക്ഷണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ? നമുക്കൊരു നേരത്തെ അന്നം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അയ്യോ അല്ല, അപ്പം അതൊക്കെ ഇല്ലാതാക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ അതെ, കൃഷി ഇല്ലാതെയാകുന്നു. അതെല്ലാം കോർത്തിണക്കിയ ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് കാണാൻ കണക്റ്റഡ് ആയിട്ടുള്ളല്ലേ അങ്ങ് പറഞ്ഞത്. അല്ല, വേറെ സ്ഥലത്ത് കിടക്കണം, വേറെ സ്ഥലത്ത് രണ്ടും കൂടെ കൂട്ടി അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ രണ്ടും രണ്ട് ഇതിക്കാണ്. പക്ഷെ ഇങ്ങനെ കുറെ ഇമോഷൻ അതിനകത്തുണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശബ്ദം കുറച്ച് പറഞ്ഞതാ അതല്ലേ അവിടെ ഒച്ച പറഞ്ഞേ. പക്ഷെ ഇതുപോലെ തന്നെയുള്ള മറ്റേ ആ നാടകത്തിലൊരു സാധനം ഉണ്ട് കേട്ടോ. അത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ ആ സീൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നോളാം. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്ത് 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 IVF-ഉം ICSI പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അവസാനം ഈ ഹോർമോണിന്റെ ഇതുകൊണ്ട് വൈഫ് നന്നായിട്ട് വണ്ണം വെക്കും. എല്ലാ കേസിലും അല്ല,
എന്നാലും ഒരു ഭൂരിഭാഗം പേരും വണ്ണം വെച്ച് എൻ്റെ അറിവിലുണ്ട്. ഞാനിപ്പോൾ കുറേ ഹോസ്പിറ്റലൊക്കെ പോയ ഒരിതിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഒരുപാട് വണ്ണം വെച്ച് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന ഒരുപാട് ആൾക്കാരെ പറ്റി നമുക്കറിയാം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ നാടകം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി അത് നല്ല ആഴത്തിൽ ചെല്ലാൻ പറ്റും. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ നാടകത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കരയേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. അല്ല, അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതമായിരുന്നു ശരിക്കും. ഇപ്പൊ വിശേഷം സിനിമ കണ്ടപ്പോൾ വിശേഷം സിനിമയിൽ എല്ലാവർക്കും തമാശയായിരുന്നു. ആ പല സീനും ഞങ്ങൾക്ക് ചങ്കി കൊള്ളുന്ന സീനുകളാണ്. എല്ലാ പബ്ലിക് ചിരിക്കുന്ന സീന് മുഴുവനും ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട് ചങ്കി കൊള്ളുന്ന സീനുകളാണ്. അതിലത്തെ പല സീനുകളും ഞങ്ങളായിരുന്നു. ആ പോണ ആൾ ഞാനാ. ചമ്മിപ്പൊഴുത്താണ് ആൾക്കാരുടെ കൂടി അങ്ങോട്ട് പോണ. ഈ പോണ എല്ലാവർക്കും അറിയാം ഞാൻ എന്തിനാ പോണേന്ന്. തിരിച്ച് അതിലും ചമ്മിപ്പൊഴുത്താ തിരിച്ചു വരുന്നത്. ആ സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ അങ്ങനെയായിരുന്നു. സിനിമ എല്ലാവരും ആ സീനൊക്കെ കാണുമ്പോൾ ചിരിക്കും. അവർക്കറിയില്ല, എന്താ അനുഭവമില്ല. പക്ഷെ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പെട്ടച്ചലായിരിക്കും. അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് കുറേ നാളുകളായിട്ട്. അപ്പം അങ്ങനെ ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക കുട്ടിയുടെ കാര്യത്തിന്. അപ്പോൾ ഉരുളി കമിഴ്ത്താൻ പോകും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉരുളി കമിഴ്ത്താൻ മണ്ണാറശാലയിൽ പോയേക്കുക. അന്ന് ഉരുളി മേടിക്കാനും പൈസ ഇല്ല. ഞങ്ങളൊരു ഒപ്പിച്ചൊക്കെ സെറ്റാക്കി പോയേക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ചേച്ചിയും ചേട്ടനും ഉരുളി കമിഴ്ത്തണം. ഒരു 58 വയസ്സെങ്കിലും ചേട്ടന്, അതിന് പ്രായമുള്ള 2 ചേച്ചിയും ചേട്ടനും. അപ്പം ഞാനിങ്ങനെ തൊഴുതുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. തിരിച്ചു പറഞ്ഞു പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ഞാൻ ആ ചേട്ടനും ചേച്ചിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഉരുളി വെറുതെ ആയി. ഇവിടെ ഞങ്ങൾ വേറെ കൊണ്ടുപോകണോ ഇനി? അവിടെ പോയി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. അത് ഇങ്ങനെ ചെല്ലുമ്പോഴും നമ്മൾ ഓരോ അവസ്ഥകൾ കാണുമ്പോഴേ ഈ പറമ്പ് വിറ്റിട്ട് പൈസ കൊണ്ടുവന്നിരിക്കണതാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരേ ഏരിയയിട്ട് ചെല്ലുമ്പോഴും കാണാം ഓരോരോ കഥാപാത്രങ്ങൾ കാണാം. ഇല്ല, പൈസയൊന്നും ഇല്ല. എന്നിട്ട് പോലും അതൊക്കെ എങ്ങനെയും ഒപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനൊരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ. ശരിക്കും ബിസിനസ്സാണ് അതൊക്കെ. കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം. ചേട്ടൻ ചേച്ചി പിന്നെയും ഇങ്ങനെ നോക്കണ്ടാവും. ചേട്ടൻ അടുത്ത ഘട്ടം ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും എന്നുള്ള രീതിയിൽ ടെൻഷനില്ല. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ കാണാം പ്രഗ്നൻ്റ് ആയ ഒരു ഏരിയ. ആ ഏരിയയിൽ ചേട്ടന്മാർ ഓർഡർ അങ്ങോട്ട് സ്കാനിങ്ങിന് ഓർഡർ, ഇതിന് ഓർഡർ ഇത് പറഞ്ഞു. അപ്പോഴും ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഡെലിവറി നടക്കണം. തിയേറ്ററിൻ്റെ അവിടെ അച്ഛനും അമ്മയെ കൂടി കാത്തു നിൽക്കുന്നു. ഈ ചേട്ടനും ഉണ്ടാവും. അങ്ങനത്തെ കുറേ കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഭയങ്കര കണക്റ്റഡ് ആ സിനിമ. ഈ ഉള്ളവനുള്ളതിൻ്റെ ബുദ്ധിമുട്ട്, ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടെന്താ നമുക്ക് ഏത് കൊച്ചുമക്കളും നമ്മുടെ മക്കളാണ്. ഈ അലി ഞങ്ങളുടെ ഒരു മോനാണ്. സ്നേഹവും വാത്സല്യമാണ് വാരിക്കോരി തരും ഞങ്ങൾ. അല്ല, അത് നിങ്ങളാ പറഞ്ഞ പോയിന്റ് എല്ലാവരും നമ്മൾ പിന്നെ വേറെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് ഇത്രയൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയപ്പോഴായിട്ട് പിന്നീട് ആ കുട്ടികളുടെ ഒരു വളർച്ച നമ്മൾ കാത്തിരിക്കുമ്പോൾ പിന്നീട് ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നൊരു വേദന അവർ തന്നാൽ എവിടെ രക്ഷപ്പെടാനല്ല മക്കളല്ലേ? അതെ, രക്ഷപ്പെടില്ല. കാരണം ഇതിൽ അങ്ങനെ തന്നാൽ ഞാൻ പറയണം. ഇനി അങ്ങോട്ട് അല്ല, സാജുവിൻ്റെ ഒരു പഠിപ്പിച്ച അധ്യാപകനാണ്. എൻ്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് നീ ഭാഗ്യവതിയാന്ന് പറഞ്ഞ പുള്ളി പറയാ, ഈ ഒരു കാലത്ത് കുട്ടികളില്ലാത്ത നീ ഭാഗ്യവതിയാന്നും പറഞ്ഞിട്ട്. ഞാൻ ആദ്യം ഞെട്ടിപ്പോ ഉള്ളിൽ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കണം പുള്ളി അതെന്നോട് പറഞ്ഞതെന്ന് എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായത്. രണ്ടാമത് അനുഗ്രഹിച്ചാൽ അല്ല, ആദ്യം ഞാനത് അനുഗ്രഹിച്ചപ്പോൾ ഇതിൽ കൂടിപ്പോയോ? ഇതിന് ഇങ്ങനെ പറയും നമ്മൾ വർത്താനം. ഞാൻ ഇത് ആരുടെ വർത്താനം പറഞ്ഞു? കുഞ്ഞിനോടാ. നമ്മുടെ വീട്ടിലെ ഇപ്പൊ പുതിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് അതിനോട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാത്തിനോടും വർത്താനം. ചെടിയോട് വർത്താനം പറയും. പല്ലി, പൂച്ച, പാറ്റ എല്ലാത്തിനോടും വർത്താനം പറയും. പൈപ്പിനോട് വർത്താനം പറയും. അതിനകത്തൊരു കാര്യമുണ്ട് ഷൈനി, നമ്മളൊക്കെ പുറത്തേക്ക് പോയി ഇവർ വീട്ടിലിരിക്കുമല്ലേ. ഇവരുടെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള വീട്ടിലെ അടുക്കളയും ഇതുമായിട്ട് അടുക്കളയിൽ മുട്ടിയും ചട്ടിയും നിൽക്കുമ്പോൾ അവരുടെ വേദന വേറെയാണല്ലോ, ഭാര്യമാരുടെയും അമ്മമാരുടെയും. അത് നമ്മളവർക്ക് ഇവർക്ക് ഈസിയായി പണിയുന്നു. ഒറ്റ പ്രാവശ്യം സിങ്കിൽ പാത്രം കഴിയാൽ മതി. നമ്മൾ പിന്നെ ഇരിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയണം. ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക്. അങ്ങനെ തന്നെ നടക്കണം. ഞാൻ ഇങ്ങനെ പോയിട്ട് എന്നെ കൊണ്ട് പറ്റില്ലട്ടോ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരിക്കും കൂടെ. അപ്പോൾ എല്ലാ ദിവസവും ഇരുന്ന് ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ പാത്രം ഇട്ടിട്ട് സിംഗിളിട്ട് കറക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞാൽ അല്ല, ഇതെല്ലാം ഈ ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാർ ആലോചിക്കേണ്ടതാണ്, ഭർത്താക്കന്മാർ ആലോചിക്കേണ്ടതാണ്, എൻ്റെ മക്കളെ ആലോചിക്കേണ്ടതാണ്.
ഈ സമൂഹത്തിലുള്ള എല്ലാവരും ആലോചിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ ഇതിലുള്ള ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരു 10 മിനിറ്റിന് സംസാരിക്കുന്ന ഒരു വീടും ഉണ്ടാവില്ല. ഇപ്പോൾ ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിഷം കൊണ്ട് ഡൈനിങ് ടേബിളിൽ വിഷം കൊണ്ട് വെച്ചിരുന്നാൽ അതും മരുതിന്നും ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് അതും മരുതിന്നും. നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ മക്കളായിട്ടിരുന്ന് അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എല്ലാ ദിവസവും. എന്നാലാണ് നമ്മളുടെ മക്കളുടെ ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ഒരു 5ാം ക്ലാസ് വരെ കെട്ടിപ്പിടിക്കും, പഠിത്തം കഴിഞ്ഞ് വരുമാനം ചക്കര എന്ന് പറയും. 6ാം ക്ലാസ് ആകുമ്പോൾ കൊച്ചിങ് വരും പറയും ഓടാ പോയി കുളിക്കടാ, ഭക്ഷണം കഴിക്കടാ, പഠിക്കടാ, ഇതേ പറയുള്ളൂ. ചേർത്ത് പിടിക്കൂല പിള്ളേരെ. അപ്പോൾ ആ ഒരു രീതിയൊക്കെ അന്ന് ഇവിടെ എന്ത് പണിയുണ്ടായിട്ടാ? നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പണിയെടുക്കുന്ന അരകല്ലിൽ അരക്കുക, ഇടിക്കുക, എല്ലാം ചെയ്യുക, മോട്ടർ അടിക്കുക. ഇപ്പോൾ വെള്ളം കുളത്തിൽ നിന്ന് ഒരുക്കൊണ്ട് വരണം. ഇപ്പം മിക്സി, അരക്കാനുള്ളത് എല്ലാ സാധനവും ഉണ്ട്. എന്നാലും ഇവർക്ക് സമയമില്ല കുഞ്ഞുങ്ങളെ നോക്കാൻ. അത് പിള്ളേരുടെ കാര്യത്തിലേക്ക് വരുമ്പോ അല്ലാണ്ട് ഉള്ള ആൾക്കാരൊക്കെ വീട്ടിൽ ജോലി എടുക്കണില്ലേ? ഏത് ജോലി? എല്ലാം ഇപ്പൊ ഡിഷ് വാഷ് വരെ ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരോട് സംസാരിക്കണം, അവരോട് വിശേഷങ്ങൾ ചോദിക്കണം. നമ്മൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കാതെ അവരെ കേൾക്കാതെ നമ്മൾ കേൾക്കാതെ വരുമ്പോൾ അവരെ കേൾക്കണ കുറേ ആൾക്കാർ പുറത്തുണ്ട്. അവരങ്ങോട്ട് പോകും. ശരിയാ, അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവിടെ പോകും, നമ്മുടെ അടുത്ത് പറയില്ല എന്നാണ് പറഞ്ഞ ഉദാഹരണം. നമ്മൾ നല്ല അതുപോലെ തന്നെ ഞാനും പറഞ്ഞത്, ഭാര്യമാരും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കേൾക്കാതെ ഭർത്താക്കന്മാര് ഏറ്റവും ഇഷ്ടം എന്താണ്? യച്ചുവിനെ കേൾക്കണം, അതല്ലേ? ഞാൻ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. എല്ലാവരും സ്ത്രീകളാണെങ്കിലും ഭർത്താക്കന്മാർ അവരെ കേൾക്കണം. ഞാനും കേൾക്കാറുണ്ട്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാം ഇനി ഓക്കെ അല്ലേ? കോംപ്രമൈസ് അല്ല, പെട്ടെന്ന് ഇതിങ്ങനെ മാറിയോ? അല്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാവുന്നു അവരെ കേൾക്കണം. അവരെ കേൾക്കാതെ വരുമ്പോഴാണ് അവരെ കേൾക്കുന്ന സ്ഥലം തേടി പുറത്തോട്ട് പോണത്. ഇതെല്ലാം ഒരു പാഠമാണ്, തുറന്നു വെച്ച പാഠപുസ്തകമാണ് ഈ രണ്ടുപേരും. കാരണം എനിക്ക് കുട്ടികളിലെന്നുള്ളൂ, ഞങ്ങളുടെ അമ്മക്ക് 10 മക്കളാണ്. അത്ര എക്സ്പീരിയൻസ് ഉള്ള അമ്മയുടെ മോനല്ല. എല്ലാവർക്കും ധീരവനിത എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്, ഒരു പീരങ്കിയുടെ മുമ്പിൽ നിന്നതാണ്. പക്ഷെ എൻ്റെ അമ്മയാണ് എൻ്റെ ധീരവനിത. 10 പീരങ്കിയായിരുന്നു നമുക്ക് മുമ്പിൽ. അപ്പം അതുകൊണ്ട് മക്കളെ എപ്പോഴും അവരെ കേൾക്കുക. നമ്മൾ ചെയ്യണം എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയും പ്രായം അവിടെ ഉണ്ടെങ്കിൽ അവരെന്ത് മോനെ എന്ന് വിളിച്ചാൽ അവിടെ മാറിയിരിക്കും, സംസാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ പറയാം. ഇത് അവരെ കേൾക്കില്ല, അവരെയും കേൾക്കണം. നല്ലൊരു കേൾവിക്കാരനാണ് നല്ലൊരു മനുഷ്യൻ. തീർച്ചയായിട്ടും ആ കേൾവി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാം, എല്ലാവരെയും ചേർത്ത് പിടിക്കാം. നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. നന്നായിട്ട് കേൾവിയാണെങ്കിൽ ചെവിയേക്കണ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, മനസ്സിലായി? അവർ കേൾക്കണ കാര്യം. അങ്ങനെ കേൾവികൾ ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. ഈ നാടകം അതിന് ഒരു എല്ലാം കൊണ്ടും ചേർന്നൊരു നാടകമായിരിക്കും. മറന്നുപോലെ 10-ാം തീയതിയാണ് നാടകം കാണുക. ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ ബുക്കിംഗ് ഉണ്ട്. 100 രൂപയാണ് ടിക്കറ്റ്. 100 രൂപ ഒരു വലിയ ടിക്കറ്റ് റേറ്റ് അല്ല, അതൊരു സംഭാവന പോലെ നിങ്ങൾ കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള കുറേ നാടക കലാകാരന്മാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു താങ്ങും തണലും ആവാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു.